ഇപ്പം സൊസൈറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ ഡസൻ മാറ്റർ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അതിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സൊസൈറ്റി സ്വീകരിക്കുക. നമ്മൾ ഒരിക്കലും ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റികളെന്ന് പറയുന്നു, ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റികളൊന്നും തന്നെ ഈ സെക്സ് ചെയ്യാൻ വരുന്ന പുരുഷന്മാരുടെ വീടിൻ്റെ പടിക്കലല്ല പോകുന്നത്. അവരൊരിടത്ത് നിൽക്കുകയാണ്. ആവശ്യക്കാർ അങ്ങോട്ടാണ് ചെല്ലുന്നത്, ഇല്ലേ? ഇവരൊരിക്കലും പറയുന്നില്ല വീട്ടിൻ്റെ വടക്കോശത്ത് എന്നിട്ട് 500 തന്നാൽ മതി എന്ന് പറയുന്നില്ല. ഇവരെവിടെയെങ്കിലും നിന്നോട്ടെ, ഇവരെ കാണാണ്ട് പോയിക്കൂടെ? ഇവർക്ക് കാണാണ്ട് പോയിക്കൂടെ? അപ്പോ സെക്സ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് വെക്കാൻ വരുന്ന ആണുകളെ എന്താ ചെയ്യണം? അവർക്കൊരു പേരിടണല്ലേ? അതെ, എന്തെങ്കിലും പേരിടണം. പ്ലേ ബോയ്സ്, യുനോ അമ്മ, ഇപ്പോൾ പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഇല്ലേ, ജിഗാലോസ്. അവര് ബോയ്സ് ഉണ്ട്, കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ വാങ്ങിച്ച് പല 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 ഹോട്ടലുകളിലും വീടുകളിലും ടൂർ പോകാനായിട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബോയ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? സ്വന്തം കൂട്ടുകാരിയുടെ അമ്മയെ സെക്ഷലി യൂസ് ചെയ്യുന്ന ബോയ്സ് ഉണ്ട് ഇവിടെ. സ്വന്തം കൂട്ടുകാരൻ്റെ ആൻറ്റീനെ സെക്ഷലി യൂസ് ചെയ്യുന്ന ഉണ്ട്, ഇല്ലേ? പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ സെക്സ് വർക്കേഴ്സ്, ട്രാൻസ് കമ്മ്യൂണിറ്റികൾ, ഇവരാരും തെക്കുവശത്ത് വടക്കുവശത്ത് പോകുന്നില്ല. അതെ, ഇത് വിമൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമല്ലേ. സോ അവരിനെ കുറിച്ച് കൂടെ ഇത്രയ്ക്ക് ഒരു പെരിയ പ്രോബ്ലം അറിയുന്നു പോലുമില്ല. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്താൽ അത് തെറ്റും. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫാൻസ് ആയിക്കോട്ടെ, ഇല്ല നമ്മുടെ ചാനൽ ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഒരു വിഷയം പറയാനുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ എത്ര പേരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ്, അവരിനെ വിളിച്ച് വർക്ക് കൊടുത്ത് നോക്ക്. അവരെങ്ങനെ വർക്ക് ചെയ്യും, എത്ര പേർ ബെസ്റ്റ് കുക്ക് ഉണ്ട്, ബെസ്റ്റ് ടൈലറിങ്സ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വർക്ക് കൊടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ വന്ന് വീട് റെൻറ്റിന് എടുത്താൽ എങ്ങൾക്ക് 10,000, അവർ കേട്ടാൽ 25,000. പ്ലീസ്, കുറച്ചും ഗോഡ് ഹാസ് മേഡ് us ഹ്യൂമൻ ബീങ്സ്. കുറച്ച് ഹ്യൂമാനിറ്റി കാട്ടുക. ഓക്കെ, സോ അതാ എനിക്കും സൊസൈറ്റിയോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഏതോ ഒരു സമയത്ത് സ്നേഹം നിഷേധിക്കപ്പെട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങുന്നവരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആൾക്കാരും. ഇവർക്ക് കിട്ടാത്ത സ്നേഹം എവിടെ നിന്ന് കിട്ടുമ്പോൾ ഇവർ സ്വയം മറന്നു പോവുകയാണ്. ലവിൻ്റെ പേരിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ലവിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ഇവൻ സെക്സ് ജെൻഡറിൽപ്പെട്ടവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം ആൾക്കാരും ട്രാൻസിനെ കമ്മ്യൂണിറ്റിയെ മിസ്യൂസ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് അവരെ വെറുതെ വിടുക, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മണി എന്ന് പറയുന്നത് നമ്മൾ നേരായ വഴിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പണത്തിന് ഒരു പവറുണ്ട്. ആ പവറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഈച്ച് ആൻഡ് എവരി വൺ പോകണം. സ്വയം പര്യാപ്തരാകുക എന്നുള്ളത്. ഹു ആം ഐ? നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളിലുള്ള കഴിവുകളെ ഡെവലപ്പ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് വജ്രം പോലെ തിളക്കി കൊണ്ടുവരിക. നമ്മൾ ആരുടെ അടിമകളല്ല. എനിക്ക് നിൻ്റെ മുമ്പിൽ തല താഴ്ത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ തലകുമ്പിടുന്നത്. അതർവൈസ് ആയിട്ട് അതിൻ്റെ ആവശ്യമില്ല, ഇല്ലേ? പ്യുവറായിട്ടുള്ളിടത്ത് വേണം നമ്മൾ തലകുമ്പിടാൻ. പ്യുവറല്ലാത്തടുത്ത് നമ്മൾ തലകുമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിമകളായി. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ കൊച്ചിയിൽ, നെടുമ്പാശ്ശേരിയിൽ. ഇപ്പൊ കൊച്ചി സെറ്റിൽ? കൊച്ചി സെറ്റിൽ. പക്ഷെ വീട് അവിടെ വീടുണ്ട്, കൊല്ലത്ത് വീടുണ്ട്. ഞാൻ കണ്ടു. അമ്മയുണ്ട്. പെരിയ വീട്, പെരിയ കിച്ചന്, ബ്യൂട്ടിഫുൾ. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റി കല്യാണം ചെയ്യുന്നത് റൈറ്റ് ഓർ റോങ്? ഈവൻ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല, സിസ് ജെൻഡറിൽപ്പെട്ടവർ പോലും കല്യാണം കഴിക്കുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം 100 പവൻ 200 പവൻ 500 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്ന പെൺകുട്ടികളുള്ള നാടാണിത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കോ?
ഇത്തരം സ്വർണ്ണങ്ങൾ കൊടുത്ത് കല്യാണം കഴിക്കുന്ന പാരൻസ് ഈ കുട്ടികളുടെ ടാലൻറ്റും കൂടി ചേർത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. യുനോ, ഈ കുട്ടി ഒരു നല്ല ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കാം, നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയായിരിക്കാം, എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ഇതും കൂടി ബോക്സിലാക്കിയിട്ടാണ് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ 500 പവൻ 2 കോടി 1 കോടി ചിലവാക്കി കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞൊരു 6 മന്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ സ്വർണ്ണമെല്ലാം എവിടെ പോയി? ഈ പണമെല്ലാം എവിടെ പോയി? അവൾക്ക് അടിയും പിടിയും ചവിട്ടും കുത്തും തന്നെയാണ്. അവൾക്ക് യാതൊരുവിധ ഫ്രീഡവും ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും എൻ്റെ സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് സംസാരിക്കുന്ന ഒരുപറ്റ സ്ത്രീകളാണ്. അവർ അടുക്കളയിൽ നിന്ന് പുക കൊള്ളുകയാണ്. സോ വി ഹാവ് ഫ്രീഡം. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവനിപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് തെറ്റാണെന്നോ അതൊക്കെ ഒരു പാരൻസിൻ്റെ ഡ്രീമായിട്ട് കണക്കാക്കിയാൽ മതി. അറ്റ് ദ സെയിം ടൈമിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് സിസ് ജെൻഡറിൽ പെട്ട ബോയ്സ് വന്ന് കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സീമേനെ കല്യാണം കഴിച്ചു. 2020 എൻ്റെ മകൾ ഹരിണി ചന്ദനനെ സിസ് ജെൻഡറിൽ പെട്ട ഒരാളാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരുപാട് പേരെ സിസ് ജെൻഡറിൽ പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചു. സിസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, ഇപ്പം ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളാണ്. ഇപ്പം ഷക്കീലമ്മേനെ പറ്റി പറയുവാണെങ്കിൽ ബയോളജിക്കലി ഫീമെയിലായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പം ബയോളജിക്കലി അങ്ങനെ മെയിലായിട്ട് ഫീമെയിലായിട്ട് ജനിച്ച ആൾക്കാർ വന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പം സീമയുടെ കല്യാണം തന്നെ വളരെ ഗ്രാൻഡായിട്ടാണ് നടത്തിയത്. അതുപോലെ ഒരുപാട് വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നവരാണ്. യാതൊരു പ്രോബ്ലം ഉണ്ടാവരുത്, നീ അവരുടെ ഇതാണ്, നീ ഇവരുടെ ഇതാണ്, അങ്ങോട്ട് നമസ്കരിക്കണം, ഇങ്ങോട്ട് നമസ്കരിക്കണം, അങ്ങനെ കൊണ്ടുപോകുന്ന ഇതിനേക്കാളുപരി ഒരു പാർട്ണർഷിപ്പ് ഡീഡാണ് അവിടെ വേണ്ടുന്നത്. ഏത് സമയം നമ്മുടെ പാർട്ണർഷിപ്പ് നമ്മുടെ ഡീഡ് ക്യാൻസൽ ചെയ്യാം. വി ഹാവ് റൈറ്റ്സ്. ഞാൻ നിനക്ക് കമ്മിറ്റഡ് അല്ല, നീ എനിക്ക് കമ്മിറ്റഡ് അല്ല. നമുക്കിടയിൽ കുറേ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ നീ കേൾക്കുന്നു, നീ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുന്നു. അതിൽ വ്യത്യസ്തതകളുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം തീർക്കുന്നു. ഇനഫ്, അവിടെ തീർന്നു. അതർവൈസ് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, അയ്യോ എനിക്കതിന് ഭർത്താവിന് ഇത് കൊടുക്കണം, നീ ഭാര്യയാണ്, നീ അവിടെ നിൽക്കുക, നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അത് വേണ്ട. വി ആർ പാർട്ട്നേഴ്സ്. അതായിരിക്കും നല്ലത്. നാളെ എനിക്ക് അങ്ങനെ വന്നാലും ഐ ആം സോ ഹാപ്പി. വരും തീർച്ചയായിട്ടും ഒന്ന് വരും, ഒരു ഡീഡ് വരും നിനക്ക്. ഇപ്പോൾ ഈ സൊസൈറ്റി ഇന്നും കൂടി ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മേ ബി ഒരു 20-30% ആക്സെപ്റ്റ് ചെയ്തു. അതർ ദാൻ ദാറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അമ്മയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം അതൊരു എന്താ പറയുക, അമ്മ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? 35 ഇയേഴ്സ് ആയിട്ടില്ലേ? ഈ 35 ഇയേഴ്സിൽ ഷക്കീല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല കാണുന്നത്, സൊസൈറ്റി കാണുന്നത് ഷക്കീല എന്ന് പറയുന്നൊരു വ്യക്തിയെ അല്ല, ഷക്കീല എന്ന് പറയുന്നൊരു രൂപത്തെയാണ്, അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ്? എൻ്റെ ഈ ബോഡിയെ മാത്രം കാണുക, അല്ലെങ്കിൽ അതിനെ മാത്രം ആരാധിക്കുക, അതിനെ മാത്രം ഇഷ്ടപ്പെടുക, എന്നിലുള്ള സ്ത്രീയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ എന്നിലുള്ള സ്ത്രീയെ കാണാനോ കഴിയാത്ത ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടല്ലോ എന്ന് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഫോർ വൈ? ഈ ബോഡി ഇസ് വെരി പ്രഷ്യസ്, അല്ലേ? ആൻഡ് ഇത് കാണുന്ന എല്ലാവർക്കും നല്ല കണ്ണുണ്ട്. അവർ എന്നെ കണ്ട് രസിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ വിത്ത് മീ. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് എ ബോഡി. ദ സോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ല, അവർക്ക് കണ്ണില്ല. സോ ഞാൻ എന്തിനാ ഇവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം? വൈ ഷുഡ് ഐ കംപ്ലൈൻ? സി പ്ലീസ്, എൻ്റെ ബോഡീനെ നോക്കരുത്, എൻ്റെ മനസ്സിനെ നോക്ക്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഏജ് ബാർ ഇല്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന എന്താ പറയുക 16 to 60 വരെ ഉള്ളവർക്ക് പോലും ഷക്കീല ഈസ് നോട്ട് എ പേഴ്സൺ, ഷക്കീല ഇസ് നോട്ട് ഓൺലി ഫോർ ആറ്റം ബോംബ്. യുനോ, അത്തരം ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലോകം നമുക്കുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഒട്ടും പറ്റാത്ത ഒരു കണ്ടീഷനിൽ എടുത്തെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുമല്ലോ.
ഈവൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? കുറേ ഉണ്ട് അങ്ങനെ. ഉണ്ട്. ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല, ആ ചെയ്തില്ലല്ലോ. എൻ്റെ ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ പൈസയിലാ ഇവരൊക്കെ പഠിച്ചത്, കല്യാണം കെട്ടിയത് എല്ലാം. പക്ഷേ ആ കല്യാണത്തിൽ പോലും എന്നെ വിളിച്ചില്ല. ആൻഡ് എന്താ കാര്യമായിരിക്കും, റീസണായിരിക്കും എനിക്ക് കല്യാണമാകാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചോ? ലവ് ഒക്കെ ഓക്കെ അവർക്ക്, പക്ഷെ കല്യാണം വരുമ്പോൾ ഷക്കീല. അപ്പോൾ ലവ് ചെയ്തത് ആരാ? ഷക്കീലവല്ലേ. സോ ഇങ്ങനെ എല്ലാം ലൈഫിൽ പ്രോബ്ലമാണ്. സോ നൗ ഐ ഫീൽ ലൈക്ക് നോ, ഐ എം ബ്ലെസ്ഡ് വിത്ത് ദിസ് ബോഡി.